ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കോടികളുടെ കണക്ക് പറയുന്നതുകൊണ്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചു, സാധാരണക്കാർക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലയെന്ന്. സാധാരണക്കാർ ചെയ്യുന്ന ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് പിന്നീട് അത് കോടികളായിട്ട് മാറുന്നത്. നമുക്കറിയാം 500 രൂപ വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വേണേൽ ഡെയിലി ആണെങ്കിലും ചെയ്യാൻ പറ്റും, മന്ത്ലി ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. 10,000 രൂപ മാത്രം SIP. വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നവർ വലിയ എമൗണ്ടുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ വലിയ ആസ്തിയുള്ളവരും വലിയ എമൗണ്ടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറിയ വരുമാനമുള്ളവർക്കും മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ 10,000 എടുത്തത് ചെറിയ വരുമാനമുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് 10,000 എടുത്ത്. ഇത് വേണമെങ്കിൽ നമുക്ക് 5,000 ആക്കാം. ഞാൻ ഈ പറഞ്ഞ വാല്യൂവിൻ്റെ ഒക്കെ പകുതിയാക്കിയിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 5,000 രൂപയുടെ ഒരു SIP എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കൂ, ഈ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നിടത്ത് നമുക്കിവിടെ കാണാൻ പറ്റും, ഇത് 3 കോടിയാണ്. 3,08,9,732 അതായത് 10,000 രൂപ SIP ചെയ്ത ഒരാൾക്കും 3 കോടി ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കോടിപതിയാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അതിന് ചെയ്യേണ്ട കാര്യം നല്ല ഫണ്ടുകൾ കണ്ടെത്തുക, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നടത്തുക. ഇപ്പോൾ ഇവിടെ 10,000 രൂപയുടെ SIP ഞാൻ കൊടുക്കുന്ന 4 ഫണ്ട്സാണ്, 4 സെക്ടറുകൾ, 4 MCകൾ, അതിലെ ലീഡേഴ്സായിട്ടുള്ള 4 ഫണ്ടുകളാണ് കൊടുക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നില്ല. ചിലവർ 2 ഫണ്ടായിരിക്കും, ചിലവർ 1 ഫണ്ടായിരിക്കും. അതിലൊന്നും തെറ്റില്ല, നല്ല ഫണ്ടായാൽ മതി. ഇനിയിപ്പോൾ 5,000 രൂപയുടെ SIP ആണെങ്കിൽ ഇവിടെ 3 കോടിക്ക് പകരം 1.5 കോടിയായിരിക്കും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ടോപ്പപ്പ് ചെയ്യുന്ന ഒരാളുടെ കാര്യം നോക്കാം. ഇദ്ദേഹത്തിൻ്റെ SIP എല്ലാ വർഷവും 10,000 രൂപയാണല്ലോ. അതായത് എല്ലാ മാസവും 10,000 രൂപ, അങ്ങനെ എല്ലാ വർഷവും, 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും വിശദമായ ഗ്രാഫ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, 4ാമത്തെ വർഷവും എല്ലാം 10,000 രൂപയാണ്. എന്നാൽ നമുക്കറിയാം ഈ രൂപയുടെ ഒരു മൂല്യം കുറഞ്ഞു വരുന്ന കാര്യമാണ്. ഇൻഫ്ലേഷൻ അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ സാലറിയും കാര്യങ്ങളും കൂടുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എല്ലാ വർഷവും നമുക്കൊരു 10% നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മുടെ റിട്ടേണിന് വരുന്ന മാറ്റം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 കോടിയുടെ വ്യത്യാസമാണത്. ഞാൻ വിശദമായിട്ടത് കാണിക്കാം. അതായത് ഈ വർഷം 12 മാസവും നമ്മൾ എന്ത് ചെയ്തു, 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അടുത്ത 12 മാസം, അതായത് 2ാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 എന്നുള്ളത് 11,000 ആക്കിയിട്ട് കൂട്ടി. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, ഇങ്ങനെ എല്ലാ വർഷവും ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 4 കോടിയുടെ കൂടുതലുണ്ടാകും, റിട്ടേൺ കൂടുതലുണ്ടാകും. ഇത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് വരുമാനം കൂടുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, കുറയുവാണോ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക. പിന്നെ ഈ നേട്ടമൊക്കെ കിട്ടണമെങ്കിൽ കൺസിസ്റ്റൻസി വേണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യരുത്. അങ്ങനെ കുറേ പേര് സ്റ്റോപ്പ് ചെയ്തതായിട്ട് കണ്ടു. ഒരു കാരണവശാലും അത് ചെയ്യരുത്. കൺസിസ്റ്റൻസി ആണ് ഇതിൻ്റെ കീ. ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫണ്ടുകളെ കഴിഞ്ഞും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻസിയാണ്, ഡിസിപ്ലിനുമാണ്. പിന്നെ മാർക്കറ്റൊക്കെ ഇടയ്ക്ക് ക്രാഷ് ചെയ്യും അല്ലേ? അങ്ങനെ ക്രാഷ് ചെയ്യുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ റിട്ടേൺ വീണ്ടും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടാവും. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് പിന്നീട് ചെയ്യാം. നിലവിലുള്ള SIPകൾ ഒരു ചെറിയ ടോപ്പപ്പോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ഒരടവ് പോലും മുടക്കം വരുത്താതെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനായിട്ട് സാധിക്കും. അതിപ്പോൾ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും. ഞാൻ ആ ടോപ്പപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് ടോപ്പപ്പിൻ്റെ സ്ലൈഡ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 8 കോടി അല്ലേ, 7,98,00,000. ഇപ്പോൾ 8 കോടിക്ക് ഒരു 1.5 ലക്ഷത്തിൻ്റെ കുറവേ ഉള്ളൂ. 8 നമുക്ക് കണക്കിന് എളുപ്പത്തിന് കൂട്ടാം. നോർമൽ SIP ആണെങ്കിൽ 3,08,00,000 സ്റ്റെപ്പപ്പ് SIP അതെങ്ങനെയാണ് സ്റ്റെപ്പപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ വർഷവും 10% ഉയർച്ച, അങ്ങനെയാണ് സ്റ്റെപ്പപ്പ് ചെയ്യുന്നത്. അത് 20% ആക്കാം കേട്ടോ. ഞാൻ ഏതൊരു സാധാരണക്കാരും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പപ്പ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് 8 കോടി ആകുന്നുണ്ട്. ഇവിടെ 3 കോടി കൂട്ടാം. അങ്ങനെ ആകുമ്പോൾ 4 കോടിയുടെ വ്യത്യാസം വരുന്നുണ്ട്, കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഒരു ചാർട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും വരുന്ന ഒരു കൂടുതലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് SIP ടോപ്പപ്പ് ചെയ്യുമ്പോഴുള്ള ഷീറ്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് മന്ത്ലി SIP 10,000 രൂപയാണ്. 2ാമത്തെ വർഷം സെക്കൻഡ് ഇയർ മന്ത്ലി SIP 11,000 രൂപയാണ്. കണ്ടോ, 1000 രൂപ കൂട്ടി. 3ാമത്തെ വർഷം മന്ത്ലി SIP 12,100 രൂപയാണ്. 4ാമത്തെ വർഷം അത് 13,310 അങ്ങനെ SIP എമൗണ്ട് കൂടുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വാല്യൂയും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സൽ ഷീറ്റ് ഇത് PDF ഫയലാണ്. ഞാൻ ഈ PDF ഫയൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അല്ലാതെ നമുക്ക് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിൽ ഈ 2 PDF ഫയൽ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടി ഇടുന്നുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് പഠിച്ചു നോക്കൂ. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മറ്റെല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്.
നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ഡീറ്റെയിലിൻ്റെ ആവശ്യമുണ്ട്. ആ കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഈ ഒരു പേജിൽ അതെല്ലാം കാണാൻ പറ്റും. 30 വർഷം കൊണ്ടാണ് ഇത്രയും വലിയ ഒരു കോർപ്പസ് ആകുന്നത്. ഇപ്പോൾ ആൾക്കാരൊക്കെ എന്നെ അങ്ങ് ചീത്ത പറയാൻ തുടങ്ങും. 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മരിച്ചു കഴിഞ്ഞിട്ട് ഈ പൈസ കിട്ടിയിട്ട് എന്താണ് കാര്യം? ഇത്രയും നാളൊന്നും നടക്കൂല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. എനിക്കത് അറിയാം. അതാ ഞാൻ ഈ 30 വർഷം എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിയോ, നമുക്ക് മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോൾ വേണേലും പിൻവലിക്കാം. ഇവിടെ ഓരോ വർഷവും നമ്മൾ പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിൻവലിച്ചില്ലെങ്കിലും നമുക്കുണ്ടാകുന്ന വളർച്ച ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ചെറിയ പൈസയല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, SIP എന്ന രീതിയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കോടികളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നാളെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണം. കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സംഭവം കാണിച്ചു തരാം. അതിൻ്റെ ഒരു ചെറിയ സ്ലൈഡ് കൂടി വരുന്നുണ്ട്. ഇനി 10 വർഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ 10 എന്നുള്ള ഈ നമ്പർ ഉണ്ടല്ലോ, അവിടെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് 22,40,000 രൂപ കിട്ടും. നമ്മളാകെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് അത് ആനുവൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം കൂട്ടി നോക്കണം. 12 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനക്കണക്കാണെ കൂട്ടിയത്, തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 10 ലക്ഷവും 20,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 2 ലക്ഷം അല്ലേ? അങ്ങനെ 12 ലക്ഷം അല്ലേ? അപ്പോൾ നേരെ അവിടെ നമുക്ക് കിട്ടുന്ന വെൽത്ത് എന്ന് പറയുന്നത് 22 ലക്ഷമാണ് 10 വർഷം കൊണ്ട്. ഇനി അടുത്ത 10 വർഷം കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് 44 ലക്ഷമാണല്ലോ. 44,80,000 കിട്ടേണ്ടത്. അപ്പോൾ 20ാമത്തെ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് 91 ലക്ഷമാണ്. നിയർലി അത് 92 ലക്ഷമായിട്ട് കണക്ക് കൂട്ടാം. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതൽ കാലാവധി ഇട്ടത്. കാലാവധി കൂടുന്തോറും നമുക്ക് കിട്ടുന്ന ആ കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കൂടുകയും പവർ ഓഫ് കോമ്പൗണ്ടിങ് നന്നായിട്ട് വർക്ക് ആവുകയും, കാരണം നമ്മൾ ആദ്യം ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് വളരുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ആ റിട്ടേണും വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 44 അല്ലെങ്കിൽ 45 കൂട്ടിയോ 45 ലക്ഷമാണ് കിട്ടേണ്ടത്. അപ്പോൾ അവിടെ 91 ലക്ഷമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന റിട്ടേൺ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടോപ്പപ്പ് SIP ആകുമ്പോൾ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പപ്പ് SIPയുടെ കാണാൻ പറ്റും. അവിടെ 10 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്കത് 32 അല്ലേ, നോക്കട്ടെ, 32,68,000 ആണ് 10 വർഷത്തേത്. 20 വർഷമാകുമ്പോൾ നമുക്കവിടെ 2 കോടി ആയി ഓൾറെഡി. 1,86,00,000. 2 കോടിക്ക് കുറച്ച് കുറവ്. 1,80,00,000. 21ാം വർഷം ആകുമ്പോഴത്തേനും തന്നെ 2,17,000 ആയി. 2,17,00,000 അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയ ഒരു കൂട്ടാൻ പറ്റിയ, ഇപ്പോൾ ഈ പറയുന്ന 10% എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ കോംപ്ലിക്കേഷനായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് വലിയ കാര്യമായിട്ട് തോന്നില്ല. ഇനി പറ്റിയില്ലേ വേണ്ടെന്നേ, ഉള്ളതായിക്കോട്ടെ. ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വൃത്തിയായിട്ട് ഡിസിപ്ലിനായിട്ട് മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോയി. ഇനിയിപ്പോൾ രക്ഷയില്ല, 1-2 മാസം മുടങ്ങിയാലും കുഴപ്പമില്ല, നമുക്ക് SIP പോസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അഥവാ കുറേ നാൾ മുടങ്ങിപ്പോയി, മനുഷ്യൻ്റെ കാര്യമാണ്, എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്ന് മുടങ്ങിപ്പോയെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്തിട്ട്, പിന്നീട് ക്യാൻസൽ എന്ന് പറഞ്ഞാൽ SIP ക്യാൻസൽ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കിടന്ന് വളർന്നോട്ടെ. പിന്നീട് നമ്മുടെ പ്രശ്നങ്ങൾ മാറുമ്പോൾ വീണ്ടും ആ SIPയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചൊരു കുറവുണ്ടാകും. അത് ഭാവിയിൽ പിന്നെ പൈസ കൂടുതൽ വന്നാൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് അതൊന്ന് മേക്കപ്പ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഉള്ളതൊക്കെ കിട്ടുമല്ലോ, അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ രോഗത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓർത്തത്, ഇൻഷുറൻസ് എടുക്കണം കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്താൽ മതി. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിലെ നല്ല പ്ലാനുകളെ പറ്റിയിട്ടുള്ള കോട്ടും കാര്യങ്ങളും തരാം. നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. 2 ഇൻഷുറൻസ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും. ഹെൽത്ത് ഇൻഷുറൻസ് വളരെ മസ്റ്റാണ്. നമുക്ക് അസുഖം വന്നാൽ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു കാരണവശാലും ബാധിക്കാൻ പാടില്ല. അതിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പം മ്യൂച്വൽ ഫണ്ടൊക്കെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും. അത് തന്നെ ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റി അധികം ധാരണയില്ലാത്തവരാണെങ്കിൽ ഒന്ന് വാട്സപ്പ് അയച്ചോളൂ. ആ കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ് തന്നെ വന്നിട്ട് നിങ്ങൾക്കത് കാര്യങ്ങൾ വിശദമായിട്ട് വിശദീകരിച്ച് തരും. ഇപ്പോൾ HDFCയുടെ ആണ് വേണമെങ്കിൽ HDFCയുടെ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് അത് നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി തരും. ഞാനത് പറഞ്ഞു പോയപ്പോൾ പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ മസ്റ്റാണ്. ടേം ഇൻഷുറൻസ് നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ ഒരു അഭാവം നമ്മുടെ ഫാമിലി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു കോർപ്പസ് കിട്ടുക, എമൗണ്ട് കിട്ടുക. അതിനാണ് ടേം ഇൻഷുറൻസ് എടുക്കുന്നത്. അത് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഹെൽത്ത് മസ്റ്റാണ്. കാരണം ഒരു വലിയ രോഗമോ വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് തകർന്നു പോകും. അത് പാടില്ല. അപ്പോൾ സമ്പാദിക്കാവുന്ന സമയത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 30 വർഷത്തെ കാലാവധി ഞാൻ കാണിച്ചത് മനസ്സിലായില്ലേ? അത് 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യാനല്ല, എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാമെന്ന് അറിയാലോ. പക്ഷേ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് വളരെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചിന്തിക്കാത്ത, സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വലിയ ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ നേടാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഞാനിവിടെ അസ്യൂംഡ് റേറ്റ് ഓഫ് റിട്ടേൺ 12% കൊടുത്തിരിക്കുന്നത്.
ഈ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ മിനിമമാണ്. ഇപ്പോൾ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പല ഫണ്ടുകളെ വലിയ റിട്ടേൺ കിട്ടാത്ത ഫണ്ടുകളിലൊക്കെ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേക്കാം. ചില എമർജൻസി ആവശ്യം ലിക്വിഡ് ഫണ്ടിൽ ചെയ്തേക്കാം. കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾ അതിനൊക്കെ ഇൻട്രസ്റ്റ് കുറവാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ കുറവാണ്. ഇൻട്രസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കിട്ടുന്ന റിട്ടേൺ കുറവാണ്. എന്നാൽ വളരെ വലിയ റിട്ടേൺ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു അനാലിസിസ് നടത്തുമായിരുന്നു നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ് ഫണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് പെർ ഇയർ 20% അടുത്താണ്, തൊട്ടടുത്ത് കുറച്ച് കുറവുണ്ട്. നമ്മുടെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും നല്ല സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ സെലക്ട് ചെയ്തപ്പോൾ അതിലുള്ള ഒരു ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ് ഫണ്ട്. അങ്ങനെ ലോങ് ടേമിൽ നല്ല ഹിസ്റ്റോറിക്കൽ റിട്ടേൺ പൊട്ടൻഷ്യൽ ഉള്ള ഫണ്ടുകൾ അവയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് നോക്കി ഇപ്പോഴും അതേപോലെയാണ് പോകുന്നതെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടാണ്. ഞാനതൊരു സജഷന് വേണ്ടി പറഞ്ഞതല്ല, ഞാനിപ്പോൾ സ്റ്റഡി ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 12%. ചിലപ്പോൾ ചിലവർ ഗോൾഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഹൈബ്രിഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇതേപോലെ എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ട് ലിക്വിഡ് ഫണ്ടുകളിൽ, അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടുകളിൽ, മണി മാർക്കറ്റ് ഫണ്ടുകളിൽ, ബാങ്ക് സേവിങ് ഫണ്ടുകളിൽ ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ അവർ ഇതേപോലെ നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് പോലെ, HDFC ഫ്ലെക്സി പോലെ, ഫ്രാങ്ക്ലിൻ ഫ്ലെക്സി പോലെ, പരാഗ് പരീഗ് ഫ്ലെക്സി പോലെ, ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട് പോലെ, നിപ്പോളിൻ്റെ മൾട്ടി ക്യാപ്പ് ഫണ്ട് പോലെ, മൊമെൻറ്റം ഫണ്ട് പോലെ അങ്ങനെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിലൊക്കെ റിട്ടേൺ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റിട്ടേൺ എടുത്തിരിക്കുന്നത് ഏറ്റവും മിനിമമാണ് 12% നമ്മൾ എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു ലോങ് ടൈം ആവറേജ് റിട്ടേൺ എന്ന രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ വേറെ ഒരു സ്ലൈഡ് കാണിച്ചു തരാം. ഇത് അത്ര ക്ലാരിറ്റി ഇല്ല. ഇത് ഞാൻ മറ്റൊരു PDF-ൽ ഇപ്പോൾ നമ്മുടെ ക്ലയൻസിനൊക്കെ നമ്മൾ ഈ ഒരു PDF ഫയൽ, ഇത് ഒരു 8 പേജ് ഉണ്ട് കേട്ടോ, അതിലൊരു പേജാണ്. അപ്പോൾ ഇത് അയച്ചു കൊടുക്കും. കാരണം അവർക്ക് എന്തെങ്കിലും സ്റ്റഡി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. ഇന്ന് മുതൽ അയക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും കിട്ടും. അപ്പോൾ അതിലെ 2ാമത്തെ പേജാണിത്. ഈ പേജ് കൂടി ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം, ഒന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. എന്തായാലും ഇവിടെ ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഞാനത് പറയാം. നിഫ്റ്റിയുടെയും മറ്റും പെർഫോമൻസ് നമ്മൾ പറയുന്നില്ല, മറിച്ച് ഈ ഫണ്ടുകളുടെ പറയാം. ഇപ്പോൾ കാറ്റഗറി ആവറേജ് പെർഫോമൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. കോൺട്രാ ഫണ്ടിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ കോൺട്രാ ഫണ്ട് തന്നിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 10 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 16.47%. CAGR ആണ് 16.47%. നമ്മളവിടെ റിട്ടേൺ 12 കൂട്ടിയിട്ടുള്ളൂ, ഓർക്കണം. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് അത് തന്നിരിക്കുന്ന 10 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 14.74%. 5 വർഷത്തേത് അതിലും കൂടുതലാണ് കേട്ടോ. 5 വർഷത്തെ ഇവിടെ നോക്കി അറിയാം, 22.75% കോൺട്രാ. ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് 21.30%. അത് നമ്മുടെ ഒരു കൊറോണ സമയത്തൊക്കെ ഒരു ക്രാഷ് വന്നല്ലോ, 2022 ഒരു ഡൗൺ വന്നിട്ടുണ്ട്. പക്ഷേ ആ ക്രാഷൊക്കെ ഈ 10 വർഷത്തിൽ അബ്സോർബ് ചെയ്തു. 10 വർഷത്തിലും ആ ക്രാഷുണ്ട്. അപ്പോൾ ഈ കൊറോണയുടെ ക്രാഷ് വന്നുകൊണ്ടാണ് ഇവിടെ ഇത്രയും റിട്ടേൺ കൂടുതൽ കാണിക്കുന്നത് കേട്ടോ. ഒറിജിനലുള്ള റിട്ടേൺ തന്നെയാണ്, നമുക്ക് അത്രയും വേണ്ട, നമുക്ക് 10 വർഷത്തെ ആവറേജ് റിട്ടേൺ എടുത്താൽ മതി. അതേപോലെ ELSS ഫണ്ട് ടാക്സ് സേവിങ് ഫണ്ടാണ്. അതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 14.15%. ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 14.16%. ഫോക്കസ്ഡ് ഫണ്ടിൻ്റെ റിട്ടേൺ 13.85%. ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടിൻ്റെ റിട്ടേൺ 14.95%. ലാർജ് ക്യാപ്പിൻ്റെ റിട്ടേൺ 12.88%. മിഡ് ക്യാപ്പ് 16.24%. മൾട്ടി 15.10%. സ്മോൾ ക്യാപ്പ് 16.73%. വാല്യൂ ഫണ്ട് 14.34%. കഴിഞ്ഞ 10 വർഷത്തെ സെൻസെക്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 12.61%. നിഫ്റ്റി 12.69%. നാസ്ഡാക്ക് അമേരിക്കൻ മാർക്കറ്റാണ് 16.42%. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് പലരും അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, മ്യൂച്വൽ ഫണ്ട് ത്രൂ. ഗോൾഡിൻ്റെ റിട്ടേൺ 14.80%. ക്രൂഡിൻ്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, എൻ്റെ റിട്ടേൺ 3.61%. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നമ്മളിവിടെ റിട്ടേൺ 12% കാണിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ റിട്ടേൺ ശരിക്കും കിട്ടുന്ന റിട്ടേൺ 12% ആയിരിക്കില്ല. കാരണം ഈ പറയുന്ന ഫണ്ടുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഇൻഡെക്സിൻ്റെ തന്നെ റിട്ടേൺ 12%-ന് മുകളിലാണ്. പിന്നെ എങ്ങനെ നമ്മുടെ റിട്ടേൺ, നമ്മുടെ പോർട്ട്ഫോളിയോ റിട്ടേൺ 12%-ൻ്റെ താഴെ ആകാം? അതിന് കാരണം എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് നോക്കിയപ്പം റിട്ടേൺ എന്ന് പറഞ്ഞാൽ 13%-ന് മുകളിലാണ്. പക്ഷേ 20% റിട്ടേൺ ഉള്ളതും CAGR ഉള്ളത് 25% CAGR ഉള്ള ഫണ്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ 13% മാത്രം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, കുറേ ലിക്വിഡ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾ. കാരണം സേവിങ് അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന പൈസ എടുത്തിട്ട് പെട്ടെന്ന് അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടുകൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 6% കിട്ടുന്നതുണ്ട്, 7% കിട്ടുന്നതുണ്ട്, 8% കിട്ടുന്നതുണ്ട്, 9%, 10% കിട്ടുന്ന ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളിൽ വലിയ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റു ഫണ്ടുകളിൽ വലിയ റിട്ടേൺ കിട്ടിയാലും ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ കുറവ് കാണിച്ചേക്കുന്നത്. ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ FDക്ക് പകരമായിട്ട് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, 8%, 9% കിട്ടും. അപ്പോൾ വേറെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ വളരെ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് അത്രയും കിട്ടിയില്ലെങ്കിലോ,
അതുകൊണ്ടാണ് നമ്മൾ കുറവ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. കൂടുതൽ കിട്ടിയാൽ വളരെ സന്തോഷം. എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? റിട്ടേൺ കുറവ് കാണിച്ചു എന്ന് കരുതി അതായിരിക്കില്ല ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺ. പക്ഷേ മാർക്കറ്റിൽ ക്രാഷും കാര്യങ്ങളും വരാം. അതുകൊണ്ട് നമ്മൾ കുറവ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതിലും കൂടുതൽ റിട്ടേൺ ഉള്ള പലരും ഉണ്ടാകും. അതെനിക്ക് കഴിഞ്ഞ കമൻറ്റ് സെക്ഷനിൽ ബോധ്യപ്പെട്ടു. പലരും അഭിമാനത്തോടെ പറയുന്നത് കേട്ടു, സാറേ ഈ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോക്കസ്ഡ് ഫണ്ടാണെന്ന് തോന്നുന്നു. SBIയുടെ ഫോക്കസ്ഡ് ഫണ്ടൊക്കെ നല്ലതാണ്. അപ്പം ഫോക്കസ്ഡ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് 18% CAGR ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നർ മീനിങ് ഇങ്ങനെയാണ്, സാറ് 12 അല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് വളരെ സന്തോഷം. നല്ല കാര്യമാണ്, അത് നല്ലൊരു ഫണ്ടുമാണ്. അങ്ങനെ ഒരു 1-2 കമൻറ്റുകൾ കണ്ടു. പിന്നെ കുറഞ്ഞ റിട്ടേൺ ആണെങ്കിൽ നമുക്ക് ബാങ്കിൽ ഇട്ടാൽ പോരെ. ശരിയാണ്, ബാങ്കിൽ ഇട്ടാൽ മതി. FDയും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ പഴയ വീഡിയോ ഒന്നും ആരും തപ്പിപ്പോയില്ല. അപ്പോൾ ഒന്നും കൂടെ ചെയ്യാം. അതൊക്കെ നല്ലതാണ്. സേവ് ചെയ്താൽ മതി. അതൊന്ന് ബാങ്കിലിടുവോ ചിട്ടി കൂടുകയൊക്കെ ആണെങ്കിൽ, ചിട്ടി കൂടുന്നതിനൊന്നും വലിയൊരു മെച്ചമൊന്നുമില്ല കേട്ടോ. അത് വലിയ മെച്ചമൊന്നുമില്ല. സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പിന്നെയും കുഴപ്പമില്ല. ഇപ്പം സ്വർണ്ണം നന്നായിട്ട് കയറി നിൽക്കുകയാണ്. അത് കുറഞ്ഞിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണത്തിലും സിൽവറിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നമ്മുടെ ക്ലയൻസിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ മാർക്കറ്റിൽ ഇടുന്ന ഫണ്ടുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ഇപ്പോൾ ചെറിയ ക്ഷീണമാണ്, പക്ഷേ നല്ല പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സ്വർണ്ണമൊക്കെ നന്നായിട്ട്, വെള്ളിയൊക്കെ നന്നായിട്ട് കയറിയിട്ട് കുറച്ച് താന്ന് നിൽക്കുക. എന്നാലും അത് കയറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അമേരിക്കൻ മാർക്കറ്റ് നന്നായിട്ട് കയറിയിട്ട് ഇച്ചിരി താന്ന് നിൽക്കുകയാണ്. ക്ഷീണമൊന്നുമില്ല. മറ്റു ഫണ്ടുകളെ അപേക്ഷിച്ചിട്ട് വളരെ നല്ല റിട്ടേൺസ് ആണ് ഈ പറഞ്ഞ ഫണ്ടുകളൊക്കെ ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, നല്ലതാണ്. തട്ടിപ്പിലൊന്നും പോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരുപാട് പേരുടെ കോടിക്കണക്കിന് രൂപ പോയ ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെയൊന്നും പോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. മണി ഇരട്ടിപ്പിക്കുന്ന പരിപാടി അതിലൊന്നും പോയി ചെയ്യാതിരിക്കുക. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സെബിയുടെ ആഫിയുടെയൊക്കെ പക്കാ റെഗുലേഷനിലുള്ള പ്രോഡക്റ്റാണ്. അതിന് നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലത്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ലോങ് റണ്ണിന് നമുക്ക് വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ കമൻറ്റുകളും വിമർശനങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. അല്ല, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ഫയലിൻ്റെയൊക്കെ കോപ്പി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ അതെടുത്തിട്ട് സ്റ്റഡി ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.